നമ്മുടെ ഖൽബിനകത്തൊരു സംശയമുണ്ടാവരുത്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ പുതിയതും തെറ്റാണ്, വഴിപിഴച്ചതാണ് എന്ന്. ആ ഹദീസ് വെച്ചിട്ടാണ് ഈ മൗലീദിനെയും ഹബീബായ നബി തങ്ങളുടെ ജന്മദിനത്തൊക്കെ അവർ പൂർണ്ണമായി നിഷേധിച്ച് തള്ളിക്കളയുന്നത്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാം നഷ്ടമാണ്, എല്ലാം വഴിപിഴച്ചതാണ്. അങ്ങനെ വന്നാൽ ആദ്യം വഴിപിഴച്ചതാവേണ്ടത് പരിശുദ്ധ ഖുർആനിനെ ക്രോഡീകരിച്ചതാണ്. റസൂലുള്ളാഹിന്റെ കാലത്തല്ല ഖുർആൻ ക്രോഡീകരിച്ചത്, പ്രവാചകന്റെ കാലത്തല്ല ഖുർആൻ ക്രോഡീകരിച്ചത്. ഖുർആൻ ക്രോഡീകരിച്ചത് ഹബീബിന്റെ കാലശേഷം. ഹബീബ് പറഞ്ഞു കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലയാണ്. എല്ലാം ളലാലയാണെങ്കിൽ ഖുർആൻ ക്രോഡീകരിച്ചതും ളലാലയാവണം. ഖുർആൻ ക്രോഡീകരിച്ചതും ളലാലയാവണം. അതിൽ നിന്ന് സ്വഹാബാക്കൾ ഖുർആൻ ക്രോഡീകരിച്ചപ്പോൾ മനസ്സിലായി എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാം. അപ്പൊ ഈ കുല്ലു ബിദ്അ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അനിസ്ലാമികമായ എല്ലാ കാര്യങ്ങളും വഴിപിഴച്ചതാണ്, അനിസ്ലാമികമായ പുതിയ തുടങ്ങുന്ന എല്ലാം വഴിപിഴച്ചതാണ് എന്നാണ്. അതല്ലാതെ ഇസ്ലാമികമായി നല്ല കാര്യങ്ങൾ തുടങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല. എവിടെന്നാണ് തെളിവ്? ആരാണ് മഹാന്മാരായ സ്വഹാബാക്കൾ തന്നെയാണ്. കാരണം റസൂലുള്ളാന്റെ കാലത്ത് ചെയ്യാത്തത് മഹാനായ സിദ്ദീഖ് തങ്ങൾ ചെയ്തു, മഹാനായ ഉമർ തങ്ങൾ ചെയ്തു, മഹാനായ ഉസ്മാൻ തങ്ങൾ ചെയ്തു. റസൂലുള്ളാന്റെ കാലത്ത് ചെയ്യാത്ത ഖുർആൻ ക്രോഡീകരണം പിന്നെ സ്വഹാബാക്കൾ ചെയ്യുന്നുണ്ട്. അപ്പൊ പറയും, പ്രവാചകൻ ചെയ്യാൻ പറഞ്ഞില്ലല്ലോ, പ്രവാചകൻ ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. പ്രവാചകൻ ഖുർആൻ ക്രോഡീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിന് ഹർക്കത്ത് നൽകാൻ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിന് വള്ളിയും പുള്ളിയും കസ്റും സുക്കൂനും നൽകാൻ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടില്ല. പ്രവാചകൻ അതും പറഞ്ഞിട്ടില്ല, ഇതും പറഞ്ഞിട്ടില്ല. പ്രവാചകൻ പറയാത്തത് സ്വഹാബാക്കൾ ചെയ്തു മാതൃക കാണിച്ചത് കൊണ്ട് തന്നെ പ്രവാചകനും സ്വഹാബാക്കളും ചെയ്യാത്ത സൽക്കർമ്മങ്ങൾ നമ്മൾക്കും ചെയ്യാം.